ഇടണം, അതേ ഛേദം തന്നെ ഇടണം. ഛേദങ്ങൾ തുല്യമല്ലേ, അവയുടെ LCM കണ്ടിടണം. ഛേദങ്ങളെ എല്ലാം LCM ആക്കിയിടണം. ഭിന്നത്തിൻ മുകളിലും താഴെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കാം. ഭിന്നത്തിൻ മുകളിലും താഴെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കാം. ഇപ്പോൾ ഛേദങ്ങൾ തുല്യമായി, ഇനി അംശങ്ങൾ കൂട്ടിയിടുക. ഛേദം LCM തന്നെ തന്നെ എഴുതിയിടുക. ഛേദം LCM തന്നെ തന്നെ എഴുതിയിടുക. ഭിന്നസംഖ്യകൾ കൂട്ടുന്നതെങ്ങനെ, കൂട്ടുന്നതെങ്ങനെ, കൂട്ടുന്നതെങ്ങനെ? ഛേദങ്ങൾ തുല്യമായാൽ അംശങ്ങൾ കൂട്ടിയിട്ട് അതേ ഛേദം തന്നെ ഇടണം, അതേ ഛേദം തന്നെ ഇടണം. ഛേദങ്ങൾ തുല്യമല്ലേൽ അവയുടെ LCM കണ്ടിടണം. ഛേദങ്ങളെ എല്ലാം LCM ആക്കിയിടണം. ഭിന്നത്തിൻ മുകളിലും താഴെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കാം. ഭിന്നത്തിൻ മുകളിലും താഴെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കാം. ഇപ്പോൾ ഛേദങ്ങൾ തുല്യമായി, ഇനി അംശങ്ങൾ കൂട്ടിയിടുക. ഛേദം LCM തന്നെ തന്നെ എഴുതിയിടുക. ഛേദം LCM തന്നെ തന്നെ എഴുതിയിടുക. ഭിന്നസംഖ്യകൾ കൂട്ടുന്നതെങ്ങനെ, കൂട്ടുന്നതെങ്ങനെ, കൂട്ടുന്നതെങ്ങനെ? ഛേദങ്ങൾ തുല്യമായാൽ അംശങ്ങൾ കൂട്ടിയിട്ട് അതേ ഛേദം തന്നെ ഇടണം, അതേ ഛേദം തന്നെ ഇടണം. ഛേദങ്ങൾ തുല്യമല്ലേൽ അവയുടെ LCM കണ്ടിടണം. ഛേദങ്ങളെ എല്ലാം LCM ആക്കിയിടണം. ഭിന്നത്തിൻ മുകളിലും താഴെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കാം. ഭിന്നത്തിൻ മുകളിലും താഴെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കാം. ഇപ്പോൾ ഛേദങ്ങൾ തുല്യമായി, ഇനി അംശങ്ങൾ കൂട്ടിയിടുക. ഛേദം LCM തന്നെ തന്നെ എഴുതിയിടുക. ഛേദം LCM തന്നെ തന്നെ എഴുതിയിടുക. ഭിന്നസംഖ്യകൾ കൂട്ടുന്നതെങ്ങനെ, കൂട്ടുന്നതെങ്ങനെ, കൂട്ടുന്നതെങ്ങനെ? ഛേദങ്ങൾ തുല്യമായാൽ അംശങ്ങൾ കൂട്ടിയിട്ട് അതേ ഛേദം തന്നെ ഇടണം, അതേ ഛേദം തന്നെ ഇടണം. ഛേദങ്ങൾ തുല്യമല്ലേ, അവയുടെ ലസാഗു കണ്ടിടണം. ഛേദങ്ങളെ എല്ലാം ലസാഗുവാക്കിടണം. ഭിന്നങ്ങൾ മുകളിലും താഴെ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കാം.